ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചെമ്മരപ്പൂൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇന്നലെ കഴിഞ്ഞെടുക്കുന്ന തന്നെ നമ്മുടെ സച്ചി ഇങ്ങനെ പറയാണ്, നിങ്ങളുടെ മുന്നിൽ കൈ നീട്ടാൻ എൻ്റെ ഗതികേടൊന്നും എനിക്കില്ല എന്ന് പറയണം. അപ്പോൾ നമ്മുടെ രവിയച്ചൻ പറയുന്നുണ്ട്, നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഓക്കെ ഇനി ഞാൻ ഡയലോഗൊന്നുമില്ല, ഇനി ആക്ഷൻ മാത്രം എന്ന്. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ശ്രുതി ആകെ പേടിച്ചിട്ട് ശ്രുതിയുടെ ബാക്കിൽ പോയി നിൽക്കും. അത് കണ്ട് സച്ചി ചോദിക്കും, നീ എന്താടാ ഇങ്ങനെ പേടിത്തോണ്ടന്നെ പോലെ ഭാര്യയുടെ ബാക്കിൽ പോയി നിൽക്കുന്നതെന്ന് പറയും. അപ്പോൾ നമ്മുടെ സച്ചിക്ക് മനസ്സിലാവും കാര്യം. എന്നിട്ട് പറയും, നീ വിചാരിച്ച പോലത്തെ ആക്ഷനൊന്നുമല്ല, ഇത് വേറെയാന്ന് പറഞ്ഞിട്ട് അവൻ പോക്കറ്റിൽ നിന്ന് സ്വർണ്ണമാലേൻ്റെ ബോക്സില്ലേ, ജ്വല്ലറി ബോക്സല്ലേ, അതിങ്ങെടുക്കും, കുഞ്ഞി ബോക്സ്. അതെടുത്തിട്ട് നമ്മുടെ രവിയച്ചൻ ചോദിക്കും, ഇതെന്താ സ്വർണ്ണമാണോ എന്ന് ചോദിക്കും. അപ്പോൾ സച്ചി പറയാം, അതെ സ്വർണ്ണം തന്നെ, എൻ്റെ കാശോട്, ഞാൻ അധ്വാനിച്ച കാശ് കൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ വാങ്ങിച്ച താലിമാല എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് ആ ബോക്സ് തുറന്നിട്ട് ഇങ്ങനെ താലിമാല ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ ഭയങ്കര ഹാപ്പിയാവും എല്ലാവരും. നമ്മുടെ ചന്ദ്രമതിയും ബാക്കിയുള്ള ടീംസൊന്നും ഹാപ്പിയാവും. ചന്ദ്രമതിയും ശ്രുതിയും സുധിയും ഇവർ മൂന്നാളും ഹാപ്പി ആവില്ല, പക്ഷേ ബാക്കി എല്ലാവരും ഹാപ്പിയാവും. ശ്രീകാന്തും വർഷയൊക്കെ ഹാപ്പിയാവും. എന്നിട്ട് നമ്മുടെ രവിയച്ചന് കാണിച്ചു കൊടുക്കും, വേഗം വന്നിട്ട് നമ്മുടെ സച്ചി. എന്നിട്ട് കയ്യിൽ കൊടുക്കും. അപ്പോൾ രവിയച്ചൻ സന്തോഷം കൊണ്ട്, നീ പറഞ്ഞ വാക്ക് പാലിച്ചല്ലോടാന്ന് പറഞ്ഞിട്ട് അവന് ഉമ്മയൊക്കെ കൊടുക്കും. പിന്നെ ശ്രീകാന്ത് പറയും, സച്ചിയേട്ടൻ രേവതി ചേച്ചിയുടെ ഏട്ടത്തിയുടെ വിശ്വാസം കാത്തല്ലോ, സച്ചിയേട്ടൻ എന്താ പറയുക ഭയങ്കര എന്നൊക്കെ പറഞ്ഞിട്ട് അവനും അപ്രിഷ്യേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് സച്ചി ഇങ്ങനെ പറയും, ഇവിടെ ചിലർ പറഞ്ഞിരുന്നു ഒരു കാർ ഡ്രൈവറായി എനിക്ക് സ്വർണ്ണമാലയൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത്. അവർ കൺകുളിർക്കെ കണ്ടോയെന്ന് പറഞ്ഞിട്ട് ചന്ദ്രയുടെ മുന്നിൽ ഇങ്ങനെ താലി ഇങ്ങനെ നിവർത്തിയിട്ട് കൊടുക്കും. അതിനുശേഷം രേവതിയുടെ കയ്യിൽ കൊടുക്കും. രേവതി വാങ്ങിക്കുമെന്ന് പറയും. രേവതി ഇത് സന്തോഷത്തോടുകൂടി വാങ്ങിച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക, കണ്ണിലിങ്ങനെ വെക്കില്ലേ, നെറ്റിയിൽ ഇങ്ങനെ തൊട്ട് വയ്ക്കും. എന്നിട്ട് രേവതി ചന്ദ്രയുടെ അടുത്ത് വന്നിട്ട് പറയും, എൻ്റെ ശബ്ദം നിറവേറ്റി സച്ചേട്ടൻ എനിക്ക് മാല വാങ്ങിത്തന്നു. അന്ന് ഞാൻ പറഞ്ഞിരുന്നു സച്ചേട്ടൻ എനിക്ക് മാല വാങ്ങിത്തരുന്നു. അങ്ങനെ എൻ്റെ ഭർത്താവ് എൻ്റെ സച്ചേട്ടൻ എനിക്ക് വാങ്ങി തന്നു എന്നിങ്ങനെ രേവതി പറയും. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ കളിയാക്കി പറയും, പിന്നെ രണ്ടാളുടെയും പ്രകടനവും സന്തോഷമൊക്കെ കണ്ടാൽ വിചാരിക്കും 5-10 പവൻ്റെ മാലയെ വാങ്ങി തന്നേന്ന്. ആകെ ഒരു അരപ്പവനെങ്കിലും അത് ഉണ്ടാവുമോ നോക്കുന്നിങ്ങനെ പറയും. അപ്പോൾ സച്ചി പറയും, അരപ്പ് എന്തായാലും അതിൽ കൂടുതലുണ്ട്, പക്ഷേ എത്രയാണെന്ന് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല ഇങ്ങനെ പറയാണ്. എന്നിട്ട് അപ്പോൾ വർഷ പറയുന്നുണ്ട് ചന്ദ്രമതിയോട്, ഇനിയെങ്കിലും ആ സ്വർണം തിരിച്ചു കൊടുത്തൂടെ, വെറുതെ എന്തിനാ വട്ടിപ്പലിശക്കാർ സ്വർണം വാങ്ങിച്ചു വെക്കുന്ന പോലെ ആൻറ്റി വാങ്ങിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറയും. അപ്പോൾ ചന്ദ്രമതി പറയും, അയ്യോ മോളെ വർഷ ഞാൻ വാങ്ങിച്ചു വെച്ചൊന്നല്ല, അവളായിട്ട് കൊണ്ടുവന്ന് തന്നതാന്ന് പറയും. അപ്പോൾ നമ്മുടെ രേവതി പറയും, വേണ്ട വർഷ, എനിക്ക് ആ സ്വർണ്ണമൊന്നും വേണ്ട, എനിക്ക് വേണ്ടതല്ല, എൻ്റെ സച്ചേട്ടൻ ഇതുപോലെ വാങ്ങി തന്നോളും, അത് മതി എനിക്ക് എന്നിങ്ങനെ പറയും. എന്നിട്ട് രേവതി കഴുത്തിൽ താലിയിടുന്ന സച്ചി പറയും. അപ്പോൾ രേവതി പറയും, വേണ്ട, ഇപ്പം ഞാനിത് കഴുത്തിലിടുന്നില്ല എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ വർഷ ചോദിക്കും, അതെന്താ ചേച്ചിയുടെ ഹസ്ബൻഡ് വാങ്ങിത്തന്ന താലിമാലയല്ലേ, പിന്നെന്താ കഴുത്തിലിടാത്തതെന്ന് പറയും. അപ്പോൾ ഇതിനെ ഇപ്പം ഇടുന്നില്ല വർഷേ എന്നിങ്ങനെ പറയാണ്. എന്നിട്ട് അപ്പോൾ ചന്ദ്രമതി ചോദിക്കും, ഇനിയിപ്പോൾ അത് ഇടാൻ വേണ്ടിയിട്ട് വല്ല മുഹൂർത്തം നോക്കേണ്ടി വരുമായിരിക്കും എന്നൊക്കെ പറയും. എന്നിട്ട് വീണ്ടും നമ്മുടെ ശ്രുതി ചോദിക്കും, എന്താ നീ താലിമാല കഴുത്തിലിടാത്തതെന്ന് ചോദിക്കും. അപ്പോൾ രേവതി പറയും, അതിടേണ്ട സ്ഥലം ഇതല്ല, അതിന് ഞാൻ അപ്പോൾ സച്ചി ചോദിക്കും, പിന്നെന്താ ചോദിക്കും. അപ്പോൾ പിന്നെ ഇവിടെ വെച്ചാൽ ഇടേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ രേവതി പറയും, എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്, അതൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് രേവതി അത് എടുത്തുകൊണ്ട് റൂമിലേക്ക് പോവും. അപ്പോൾ ഇങ്ങനെ സച്ചി ഇങ്ങനെ, അയ്യോ വേറെ എന്തെങ്കിലും ശബ്ദം ഉണ്ടാവുമോ, രേവതിന്ന് വിളിച്ചുകൊണ്ട് അവനും പുറകെ തന്നെ പോവും. അപ്പോൾ എന്നിട്ട് നമ്മളെ അവർ രണ്ടാളും പോയി, പിന്നെ ബാക്കിയുള്ളവർ ഉണ്ട്. അപ്പോൾ സുധി ഇങ്ങനെ പറയും, പിന്നെ അവൻ്റെ ഒരു സന്തോഷമൊക്കെ കണ്ടാൽ വിചാരിക്കും അവൻ സ്വർണ്ണക്കട സ്വന്തമായി തുടങ്ങിയ പോലെ അങ്ങോട്ടാണെന്ന് പറയും. അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറയും, അതിനെന്താ, ചെറുതായാലും വലുതായാലും സച്ചിയേട്ടൻ സ്വർണ്ണമാല വാങ്ങിച്ചു കൊടുത്തില്ലേ രേവതി അടുത്തേക്ക്, അവർ രണ്ടാളും സന്തോഷിച്ചോട്ടെ ഇങ്ങനെ ശ്രീകാന്ത് പറയും. അപ്പോൾ രവിയച്ചനും പറയും, അസൂയക്ക് മരുന്നില്ല ശ്രീകാന്തേ, അപ്പോൾ എന്നിട്ട് നന്നാവാൻ പഠിക്കും, മനസ്സ് നന്നാക്കാൻ പഠിക്കുക എന്നിങ്ങനെ സുധിയോട് രവിയച്ചൻ പറയും. എന്നിട്ട് പറയും, നീ കുറേ ഡിഗ്രിയൊക്കെ ഉള്ളവനാ, നീ കുറേ പഠിച്ചവനാ, പക്ഷേങ്കിൽ നീ ഇപ്പം സച്ചിയെ കണ്ട് പഠിക്കണം എന്നിങ്ങനെ പറയണം. അപ്പോൾ ശ്രുതി പറയും, മതിയല്ലോ, വയറ് നിറച്ച് കിട്ടിയല്ലോ, ഇനി പോവാം നടക്കുന്നിങ്ങനെ പറഞ്ഞിട്ട് സുധിയും റൂമിലേക്ക് പോവും. പിന്നെ അതവിടെ കഴിയും. പിന്നെ കാണിക്കുന്നത് റൂമിൽ നമ്മുടെ രേവതി ഇങ്ങനെ മാല നോക്കിക്കൊണ്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ സച്ചി ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, നീ ഒരു ഐഡിയ ഉണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ, മാല വാങ്ങി തന്നപ്പോൾ ഞാൻ വിചാരിച്ചു നീ കൊണ്ടുവന്നപാട് കഴുത്തിലിടുന്നു, പക്ഷേ നീ ഇട്ടില്ല, എന്തോ ഐഡിയ ഒക്കെ ഉണ്ടെന്ന് പറയുന്നു, എന്താ ഐഡിയ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ രേവതി പറയും, അതൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പറയാം, നാളെ രാവിലെ എൻ്റെ കൂടെ സച്ചിയേട്ടനോട് സ്ഥലം വരെ വരണം,
ബാക്കിയൊക്കെ ഇവിടെ വെച്ച് പറയാമെന്ന് പറയും. അപ്പോൾ സച്ചി പറയും ഇതുപോലൊരു ദിവസം എന്നെ കൊണ്ടുപോകുന്നത് ഞാൻ ഇതുവരെ മറന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്നിട്ട് വീണ്ടും രേവതിയോട് ചോദിക്കും എനിക്ക് മാലയുടെ ഡിസൈൻ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ രേവതി പറയും എനിക്കിഷ്ടമായി, സച്ചിയേട്ടൻ ഏത് ഡിസൈൻ എടുത്തുകൊണ്ട് വന്നാലും എനിക്കിഷ്ടാവും എന്നൊക്കെ പറയും. എന്നിട്ട് അല്ല ഇത് വാങ്ങാൻ എവിടുന്ന കാശ് എന്ന് ചോദിക്കും. അപ്പോൾ സച്ചി പറയും ഞാൻ എന്താ ജോലി എടുക്കുന്നില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ രേവതി പറയും അല്ല ചിട്ടിക്ക് കാശ് മാസച്ചിട്ടിക്ക് കാശ് കൊടുക്കണം, പിന്നെ വീട്ടു ചിലവിന് കാശ് കൊടുക്കണം, കാറിന് ഡ്യൂ അടക്കണം, ഇതിനൊക്കെ പൈസ തികയുന്നില്ല എന്ന് പറയുന്ന സച്ചിയേട്ടന് പിന്നെ എവിടെ നിന്നാണ് ഇത്രയും പെട്ടെന്ന് ഇത്ര കാശ് കിട്ടിയത് മാല വാങ്ങാൻ പറ്റിയെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇനി ആരുടെയും കടം വാങ്ങിച്ചതാണോ എന്നിങ്ങനെ ചോദിക്കും രേവതി. കടം വാങ്ങിച്ചതാണെങ്കിൽ വേണ്ടായിരുന്നു എന്ന് പറയും. അപ്പോൾ സച്ചി പറയും കടം വാങ്ങിച്ചതെന്നല്ല, ഞാൻ നിന്നോട് മാത്രമായിട്ട് പറയും, വേറെ ആരോടും പറയരുതെന്ന് ഇങ്ങനെ പറയും. എന്നിട്ട് അവരൊരു കഥ അങ്ങ് ഉണ്ടാക്കി പറയും. ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു കാറിൽ, ആ കസ്റ്റമറുടെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നു. സ്ഥലം എത്തിയപ്പോൾ അങ്ങേര് ധൃതിയിൽ ഇറങ്ങിപ്പോയി. ആ ബാഗ് ഞാൻ തുറന്നു നോക്കുമ്പം നിറയെ കാശായിരുന്നു. എന്നിട്ട് അത് കൊണ്ട് ഞാൻ നേരെ ജ്വല്ലറിയിൽ പോയി, നീ അമ്മയോട് ശബ്ദം ചെയ്തതൊക്കെ അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. എന്നിട്ട് ജ്വല്ലറി പോയിട്ട് മാല വാങ്ങിച്ചു എന്നൊക്കെ പറയും. അപ്പോൾ രേവതി പറയും ഇത് ഞാൻ വിശ്വസിക്കണം അല്ലേ, അന്യൻ്റെ മുതൽ ഒരിക്കലും സച്ചേട്ടൻ മോഹിക്കില്ല. അഥവാ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആ കസ്റ്റമറെ തേടി കണ്ടുപിടിച്ച് ആ പൈസ സച്ചേട്ടൻ അങ്ങോട്ട് കൊടുക്കും, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുക, ഇതേ ഉണ്ടാവുള്ളൂ എന്ന് പറയും. അപ്പോൾ സച്ചി ചോദിക്കും കയ്യിൽ പൈസ കിട്ടിയിട്ടും ഉപയോഗിക്കാത്തൊരു മണ്ടനാണ് ഞാൻ എന്നല്ലേ നീ പറഞ്ഞു വന്നേന്ന് ചോദിക്കും. അപ്പോൾ രേവതി പറയേ അങ്ങനെയൊന്നുമല്ല, സത്യസന്ധൻ, നീതിമാൻ, നല്ലവൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, മണ്ടനെന്ന് പറയണ്ടെന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് സച്ചിയേട്ടൻ എത്ര ദേഷ്യം വരും സച്ചിയേട്ടന് പെട്ടെന്ന്, അത് മാത്രമേ ഒരു പ്രോബ്ലം ആയിട്ടുള്ളൂ. ദേഷ്യം വന്നു കഴിഞ്ഞാൽ കുറേ ആളെ ഇടിച്ചുവിടും അടിക്കുകയൊക്കെ ചെയ്യും, അതൊക്കെയാണ് പ്രശ്നം എന്നിങ്ങനെ പറയും, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ സച്ചി പറയും ഞാൻ എത്രയൊക്കെ ഇടിച്ചിട്ടുണ്ടോ എന്ന് പറയും. അപ്പോൾ എത്ര ആളെ ഇടിച്ചിട്ടുണ്ട് എന്ന് ഓർമ്മയില്ലേ എന്നിങ്ങനെ രേവതിയൊക്കെ ചോദിക്കും. എന്നിട്ട് ഇപ്പോൾ എനിക്കൊരാളെ അടിക്കാൻ തോന്നുന്നുണ്ടെന്ന് സച്ചി പറയും. അപ്പോൾ രേവതി പറയും എന്നെ ആയിരിക്കും അല്ലേ, എന്നാൽ വാ നിങ്ങൾക്ക് പറഞ്ഞിട്ട് സാരിയുടെ തുമ്പൊക്കെ മടക്കി കുത്തി വാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുൻഫു അടിക്കാൻ പോലെയൊക്കെ രണ്ടാളും നിൽക്കും. എന്നിട്ട് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പോലെ പിന്നെ അടി കഴിയുന്ന പോലെയൊക്കെ വെറുതെ തമാശ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കും പിച്ചൊക്കെ ചെയ്യും. പിന്നെ നമ്മുടെ പ്രൊമോയിൽ കണ്ടാവില്ല, പിന്നെ റൊമാൻസായി, എന്നിട്ട് രണ്ടാളും കൂടെ ഹഗ് ചെയ്ത് അത് ആ ഒരു സീൻ ഇവിടെ കഴിയും. പിന്നെ കാണിക്കുന്നത് പിന്നെ നമ്മുടെ ഈ സച്ചി മാല വാങ്ങിക്കൊടുത്തതിൽ പണി കിട്ടിയത് ശ്രുതിക്കാണ് കേട്ടോ. നമ്മുടെ അമ്മായിയമ്മ നേരെ ശ്രുതിയുടെ റൂമിൽ പോവും, ശ്രുതിയോട് നിന്നിട്ട് പറയും എന്നാലും അവന് ഇത്രയും കാശ് എവിടുന്നാ, ഒരു ഡ്രൈവറല്ലേ അവൻ എങ്ങനെയാണ് കാശ് എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് രേവതി ആയിരിക്കും, അവൾ പൂക്കട ഇട്ടിട്ടില്ലേ അവൾക്ക് അതിൽ നിന്ന് പൈസ കിട്ടിയിട്ടുണ്ടാവും, രേവതി ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ചന്ദ്രമതി പറയും. അപ്പോൾ ശ്രുതി പറയും ശരിയാ, ഡ്രൈവറായ സച്ചിക്ക് ഇത്രയും പൈസ പെട്ടെന്ന് കിട്ടാനുള്ള വഴിയൊന്നുമില്ല, രേവതി കൊടുത്തത് തന്നെയായിരിക്കും എന്ന് പറയും. അപ്പോൾ ചന്ദ്രമതി പറയും കണ്ട ദരിദ്രവാസിയായ അവൾക്ക് സ്വർണം വാങ്ങി, ഒരു പൂക്കാട ഇട്ട് ഇത്രയും ദിവസത്തിനുള്ളിൽ അവൾ സ്വർണം വാങ്ങി, അവൾക്ക് വാങ്ങാമെങ്കിൽ നിനക്കും വാങ്ങാം, നീ ഒരു 5-10 പവൻ്റെ താലിമാല വാങ്ങിക്ക് ശ്രുതി എന്നിങ്ങനെ പറയും. കോടീശ്വരി നിനക്ക് വാങ്ങിയാൽ എന്താ, നിൻ്റെ അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും പൈസ അയച്ചു തരൂലേ, അല്ലെങ്കിൽ നിൻ്റെ ഇളയച്ചനോട് പറ കിലോ കണക്കിന് സ്വർണ്ണം നിനക്ക് തരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ പറയും അച്ഛൻ ബിസിനസ്സിലാണ്, വേറൊരു രാജ്യത്തുള്ളത് മലേഷ്യയിലൊന്നും ഇല്ലയെന്ന് പറയും. അപ്പോൾ ചന്ദ്രമതി ചോദിക്കും ശ്രുതി നീ എന്താ എപ്പോൾ ഇങ്ങനെ അച്ഛനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ബിസിനസ്സിലാണ് അപ്പുറത്താണ് ഇപ്പുറത്താണ് എന്നൊക്കെ പറയുന്നത്, അല്ല അപ്പോൾ അച്ഛന് ജോലി ബിസിനസ് തന്നെയല്ലേ ആൻറ്റി എന്നിങ്ങനെ ശ്രുതി പറയും. എന്നിട്ട് പറയും എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, ഇളയച്ചനോട് പറ, ഇളയച്ചൻ നല്ലൊരു മനുഷ്യനാണ്, പറഞ്ഞാൽ തന്നെ നീ പറഞ്ഞാൽ തന്നെ അപ്പാട് തന്നെ സ്വർണ്ണം കൊണ്ടുതരും, കാശ് തരും, എന്തെങ്കിലും ഒന്നും ചെയ്യും, നല്ലൊരു മനുഷ്യനാണ്, നീ ഫോൺ വിളിക്കുക, എനിക്ക് കൊണ്ട ഞാൻ പറയാമെന്നൊക്കെ പറയും. അപ്പോൾ ശ്രുതി പറയും വേണ്ട അതൊന്നും വേണ്ടെന്ന് പറയും, നീ വിളിക്കുക അതെന്താ ഞാൻ സംസാരിച്ചാൽ ഇങ്ങനെ ചന്ദ്രമതി പറയും. അപ്പോൾ ശ്രുതി പറയും അല്ല പിന്നെ ആൻറ്റി വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ സ്ത്രീധനാണെന്ന് വിചാരിക്കൂലേ, പൈസ വേണം സ്വർണ്ണം വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ത്രീധനാണെന്നൊന്നും ചോദിക്കൂലേ, അല്ല വിചാരിക്കൂലേ എന്ന് പറയും. അപ്പോൾ ചന്ദ്രമതി പറയും അത് ശരി, അത് ഞാൻ ആലോചിച്ചില്ല, എന്നാൽ പിന്നെ മോള് ചോദിക്കുക എന്ന് പറയും. അപ്പോൾ ശ്രുതി പറയും എന്നാൽ പിന്നെ ഞാൻ ചോദിച്ചോളാം, ഇതൊരു ചെറിയ കാര്യമല്ലേ ഞാൻ ചോദിച്ചോളാം കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയും. അപ്പോൾ കിലോ കണക്കിന് സ്വർണ്ണം കൊണ്ടുതരല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ശ്രുതി മനസ്സിൽ വിചാരിക്കും കിലോ കണക്കിന് സ്വർണ്ണമല്ല, കിലോ കണക്കിന് ആട്ടിറച്ചി കൊണ്ടുതരും, ആട്ടിറച്ചിന്ന് നമ്മൾ ബിരിയാണിക്ക് ഉദ്ദേശിച്ച് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് അപ്പോഴത്തേക്ക് ചന്ദ്രമതി അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും ഈ സ്ത്രീക്ക് വെറും പണം സ്വർണം ഇതൊക്കെയല്ലേ മനസ്സിലുള്ളൂ എന്ന് വിചാരിക്കും. അങ്ങനെ അതവിടെ കഴിയും. പിന്നെ ബ്യൂട്ടി പാർലറിലെത്തി നമ്മുടെ മീരിയും ശ്രുതിയും കൂടി ഈ കാര്യം ശ്രുതി ഫുൾ മീരയോട് പറയും. അപ്പോൾ മീരി ഇങ്ങനെ ചിരിക്കും. അപ്പോൾ ശ്രുതി ചോദിക്കും എന്തിനാണ് ചിരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ബിരിയാണിക്കയുടെ കാര്യം ഓർത്തിട്ട് ചിരിക്കുന്നത്, ഇളയച്ചനോട് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണം കൊണ്ടുതരുമെന്ന് പറഞ്ഞല്ലോ, അത് കിലോ കണക്കിന് സ്വർണ്ണം കിലോ കണക്കിന് ആട്ടിറച്ചിയാണ് കൊണ്ടുവരാമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ സത്യങ്ങാനം ആൻറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെയാ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കി കളയുന്നു, അപ്പം തന്നെ അടിച്ച് പുറത്താക്കി കളയുന്നു ശ്രുതി പറയും. അപ്പോൾ നമ്മുടെ മീര പറയും അത്
അതിപ്പോൾ എന്തായാലും അടുത്ത് തന്നെ അറിയും, സത്യം എന്തായാലും അറിയുമെന്ന് പറയണം. അപ്പം എന്നെ പേടിപ്പിക്കല്ലേ നീ എന്നിങ്ങനെ ശ്രുതി പറയാണ്. അപ്പോൾ മീര പറയുന്നുണ്ട്, ഒരു കള്ളവും നമുക്ക് കുറേ കാലം പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അതെന്തായാലും എപ്പോഴായാലും പുറത്ത് വരും. ഒരു കള്ളം മെയിൻറ്റെയിൻ ചെയ്യുക, കുറേ ദിവസത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്നിങ്ങനെ പറയാണ്. അങ്ങനെ നിൻ്റെ അച്ഛൻ പൈസ അയച്ചിരുന്നു, അല്ല താലിമാറ്റൽ ചടങ്ങിൻ്റെ ആ സമയത്ത് അച്ഛൻ പൈസ അയച്ചിരുന്നു, അല്ലെങ്കിൽ ഇളയച്ഛൻ സ്വർണ്ണം കൊണ്ടുവരുന്നു, അങ്ങനെ എന്തെങ്കിലും നീ പറഞ്ഞ് ഒപ്പിക്ക്, അതുവരെ സമയമുണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അത് കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ എന്താ പറയുക ശ്രുതിയുടെ ശത്രു വരുന്നത്. ശത്രു ആരെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ ആക്സിഡൻ്റായിട്ട് കോമയിലൊക്കെ കിടന്നിട്ടുള്ളവർ, അയാളുടെ പേര് എനിക്ക് ഓർമ്മയില്ല. നമ്മുടെ ശ്രുതിയുടെ എല്ലാ രഹസ്യവും മനസ്സിലാക്കി വെച്ചിട്ടുള്ള ആളില്ലേ, അയാൾ വരും, പൈസ ചോദിക്കും. ശ്രുതി പറയും, അല്ലെങ്കിൽ തന്നെ ഞാനിവിടെ ജീവിക്കാൻ പാടുപെടുകയാണ്, അതിൻ്റെ അടുത്ത് നിങ്ങളും കൂടി ഇങ്ങനെ ചെയ്യല്ലേ ഇപ്പോൾ എന്നൊക്കെ പറയും. അപ്പോൾ മീര ഇങ്ങനെ പറയും, പൈസ തരാൻ നിങ്ങളെന്ത് ATM ആണോ, നിങ്ങൾ ചെയ്ത ജോലിക്ക് സാലറി ചോദിക്കുന്ന പോലെയാണോ ചോദിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ മീരയൊക്കെ പറയും. അപ്പോൾ ശ്രുതി പറയും, നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് പൈസ ഇല്ലെന്നൊക്കെ പറയും. 2 ദിവസം കഴിഞ്ഞ് വാന്ന് പറയും, 2 ദിവസം സമയം തരണമെന്ന് പറയും. അപ്പോൾ അവൻ പറയും, 2 ദിവസം സമയം തരാം, 2 ദിവസം കഴിഞ്ഞ് ഞാൻ വരും, അപ്പോൾ എനിക്ക് പൈസ വേണമെന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവിടെയാണ് കഴിയുന്നത്. താങ്ക് യു സോ മച്ച്.